ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ചെയ്യാൻ പോകുന്നത്. ഞാനൊരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നും അല്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ചെയ്തെന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പൊ തന്നെ ലേറ്റായി. നമ്മൾക്ക് രാത്രിയാണ് പരിപാടി. ഒരു ബർത്ത്ഡേ പാർട്ടിക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. എൻ്റെ നീസിന്റെ ബർത്ത്ഡേ പാർട്ടിയാണ്. ബർത്ത്ഡേ പാർട്ടി ചെയ്യുന്നത് ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് ഒരുപാട് കഴിഞ്ഞിട്ടാണ്. എനിവേ നമുക്ക് ചെയ്യാം. എന്തായാലും നമ്മുടെ ക്യാമറ വുമൺ നമ്മുടെ അമ്മുവാണ്. അമ്മു എന്ന് പറഞ്ഞാൽ എൻ്റെ സിസ്റ്ററാണ്, എൻ്റെ ചെറുതിന് മോളെ. അങ്ങനെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ അല്ല അമ്മു, ലാസ്റ്റ് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എൻ്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി ഫസ്റ്റ് നമുക്ക് ലാക്മിയുടെ ലൂമി ക്രീം തേക്കാം. അത് നമുക്ക് ഇത്രയും എടുക്കാം. നല്ലതാട്ടോ ഈ ലാക്മിയുടെ ലൂമി ക്രീം. ഞാൻ അത്യാവശ്യം എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. ഞാൻ എൻ്റെ കണ്ണാടി ഒന്നും എടുക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് കാണില്ലല്ലോ. ഓക്കെ, നമുക്ക് നല്ലൊരു എന്താ ഗ്ലോ തരും ഈ ലൂമി ക്രീം. ഞാനിത് ആദ്യം ലൂമി ക്രീമായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ട്. കഴുത്തിലൊക്കെ നമുക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ഫൗണ്ടേഷൻ എടുക്കാം. ഫൗണ്ടേഷൻ ഞാൻ എടുക്കുന്നത് ലാക്മി അല്ലല്ലോ, മേബ്ലിനാണ്. മേബ്ലിൻ്റെ ഫിറ്റ് മീ. എൻ്റെ ഷെയ്ഡ് 330 ആണ് കേട്ടോ. 330 ടോഫി എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെയാണ് ഫൗണ്ടേഷൻ ഇത്രേ എടുക്കുള്ളൂ. എന്നിട്ട് എന്താ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വീണ്ടും ലൂമി ക്രീം എടുക്കുന്നു എന്നിട്ട് മിക്സ് ആക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കും. മിക്സ് ആക്കിയിട്ട് ഇതിപ്പോൾ കുറേ ആയി എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഞാൻ കുറേ ആയിട്ട് ചെയ്യാത്തതുകൊണ്ട് കുറേ ആയിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ബാക്കി തുടച്ചോളാം. ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. വേണ്ടത്ര നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഫൗണ്ടേഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? കഴുത്തിലും വൈറ്റിനൊക്കെ ആയതുകൊണ്ട് നമുക്ക് കഴുത്തിലൊക്കെ നന്നായിട്ടങ്ങ് കൊടുക്കാം. ഓക്കെ, ഇനി അമ്മ ബ്രഷ് എടുക്കും. അതെ, അമ്മയാണ് എനിക്കെല്ലാം എടുത്തിട്ട്. നമുക്ക് ബ്രഷ് എടുക്കാം. സ്വിസ് ബ്യൂട്ടിയുടെ ബ്രഷ് ആട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, എനിക്കറിയില്ല. ഞാൻ പ്രൊഫഷണൽ ആദ്യം പറഞ്ഞത് അതാണ്. ഞാൻ ആദ്യം മുൻകൂർ ജാമ്യം എടുത്ത് വെച്ചത് മുടി. ഓക്കെ, ഏകദേശം നമ്മൾ നന്നായിട്ട് ഫൗണ്ടേഷൻ എനിക്ക് അങ്ങനെ ഫുൾ കവറേജ് ഒന്നും വേണമെന്നില്ല കേട്ടോ. എൻ്റെ മാർക്സ് ഒക്കെ കാണുന്നൊക്കെ എനിക്ക് വലിയ കുഴപ്പമായിട്ടൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല ഇതുവരെയും. തോന്നുമെന്ന് അറിയില്ല, ഇപ്പം ഏതായാലും തോന്നാറില്ല. മാർക്സ് ഒക്കെ കാണും ഓഫ് കോഴ്സ്. ഓക്കെ, നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടില്ലേ? നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അമ്മൂൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് അടയ്ക്കണ്ടല്ലോ അല്ലേ, സോറി. ഇനി നമുക്ക് എന്താ കൺസീലർ എടുക്കാം. ഇതാണ് കൺസീലർ ഞാൻ എടുക്കുന്നത്. സ്വിസ് ബ്യൂട്ടിൻ്റെ കൺസീലറാണ്. കുറേ ആയിട്ട് തന്നെയാണ്, കഴിയാറായി. നല്ല കൺസീലറാട്ടോ. ഇത് നമുക്ക് കയ്യിൻ്റെ പുറത്തെടുത്തിട്ട് അപ്ലൈ ചെയ്യാം. ഇത് ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് കവറേജ് എനിക്ക് അങ്ങനെ തോന്നിയത്. ഇത് ഞാൻ ബ്രഷ് വെച്ചിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല. കുറേ ഡാർക്ക് സ്പോട്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാം, ഡാബ് ചെയ്ത് കൊടുക്കാം. ഏതായാലും ഒരു പരിപാടിക്കൊക്കെ പോവല്ലേ, കുറച്ച് നല്ലോണം ഒരുങ്ങാം അല്ലേ ഡബു? ഓക്കെ,
കവർ ആവുന്നില്ലേ? അധികമൊന്നും കവർ ചെയ്യുന്നത് എനിക്ക് കണ്ടോ, എപ്പോൾ പരിപാടി ഉണ്ടോ അപ്പം എനിക്ക് പിമ്പിൾസ് ഉണ്ട്. ഇതൊക്കെ മുരട്ട, ഇതെന്താ ട്രിപ്പിളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്താണാവോ? ഇങ്ങനെ എന്തൊക്കെ നമ്മൾ നോക്കിയാലും എൻ്റെ കാര്യം കേട്ടോ, എൻ്റെ കാര്യത്തിൽ ഇങ്ങനെയാണ് എപ്പോഴും പിമ്പിൾസ് ഉണ്ടാവും. അത്രയൊക്കെ കവറേജ് മതി. ഈ സൈഡ് നോക്കാം. സത്യം പറഞ്ഞ ഫൗണ്ടേഷൻ്റെ ഡൗളായിട്ട് ഇപ്പോൾ കൺസീലർ ഇടേണ്ട അവസ്ഥയാണ്. എങ്ങനെയൊക്കെ പോയാലും എപ്പോഴും ഈ മാർക്സ് ഒക്കെ, ഇതൊക്കെ സത്യം പറഞ്ഞാൽ കുറേ മുമ്പുള്ള മാർക്സ് ആട്ടോ. അതൊക്കെ പോകാനും കുറച്ച് ടൈം എടുക്കുന്നു. പക്ഷെ എന്നാലും ബെറ്റർ ആണ് ഇപ്പം എൻ്റെ സ്കിൻ സത്യം പറഞ്ഞാൽ. അല്ലാമോ? ബെറ്റർ അല്ലേ? കൈ കൊണ്ടാണ് കഴിക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു എന്താ, ഞാനത് സെറ്റ് ചെയ്യില്ല കേട്ടോ. എനിക്ക് സെറ്റ് ചെയ്യുന്നത് ഇഷ്ടം. സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ലൂസ് പൗഡേഴ്സ് അല്ലെങ്കിൽ കോമ്പാക്ട് പൗഡർ ഒന്നും യൂസ് ചെയ്യാറില്ല. എനിക്കിഷ്ടമല്ല എന്നാണ്, ഇപ്പം എനിക്കിഷ്ടമല്ല. ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ ചിലപ്പോൾ എനിക്ക് ഇടാൻ അറിയാത്തത് കൊണ്ടാണോ എന്ന് അറിയില്ല. അത് കുറച്ച് എനിക്ക് അപ്പോഴെനിക്ക് പാച്ചി ആയിട്ട് തോന്നാറ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് അത്ര പാച്ചി ആയിട്ടൊന്നും തോന്നാറില്ല അല്ലേ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഡാർക്ക് സർക്കിൾ ഒന്നിത്തിരി കവർ ചെയ്യാം. മുകളിൽ കുറച്ച് തേച്ച് കൊടുക്കാം. കാര്യമായിട്ട് നമുക്ക് ചെയ്യാം അല്ലേ? വെറുതിരിക്കരുത്. കൺസീലർ കുറേ ആയിന്നാ വിചാരിച്ച ഞാൻ, പക്ഷേ കൺസീലർ കഴിഞ്ഞു ആക്ച്വലി. ഓക്കെ, അമ്മ അതിൻ്റെ ഇടയിൽ ഫ്രണ്ട് വേറെ ഫോട്ടോസ് എല്ലാം എടുക്കാം. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്കൊന്ന് ബ്രഷ് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി കൊടുക്കാം. ഇതൊക്കെ ഞാൻ ചെയ്യുന്ന രീതി കേട്ടോ. പലതും തെറ്റായിരിക്കാം, പക്ഷെ ഞാനിങ്ങനെയൊക്കെ ചെയ്യാറ്. അങ്ങനെ മേക്കപ്പ് ഒക്കെ വരുമ്പോൾ നമ്മളുടെ ഇഷ്ടമാണല്ലോ അല്ലേ? ഓക്കെ അമ്മ, അങ്ങനെ എവിടെയും കുഴപ്പമൊന്നുമില്ലല്ലോ? ചെറിയ കുറച്ച് തേക്കാം. ഓക്കെ ഓക്കെ അല്ലേ? എവിടെയൊക്കെ കുറച്ച് മാർക്സ് ഒക്കെ ഉണ്ട്, പക്ഷെ എനിക്കത് കുഴപ്പമില്ല. വേഗം ചെയ്യാൻ നമ്മൾ പറയേണ്ടത്. നമുക്ക് ഇനി നമുക്കൊന്ന് ബ്ലഷ് ഇടാം. ഞാൻ ബ്ലഷായിട്ട് തന്നെ ഒന്നും അല്ല കേട്ടോ വരുന്നത്. ലിപ്സ്റ്റിക്കാണിത്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഞാൻ ബ്ലഷായിട്ട് എപ്പോഴും കഴിഞ്ഞുകൊണ്ടിൽ അതുപോലെ നമുക്ക് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കാം. 4 ഡോട്ട്സ്. ബ്ലഷ് നമ്മൾ കുറേ അങ്ങ് ഇടണം. ഇത് ലിപ്സ്റ്റിക്കാണ് ആക്ച്വലി. കുറച്ചുകൂടെ കിട്ടട്ടെ. ഇനി നമുക്കിത് ആദ്യം കൈ വെച്ചൊന്ന് ബ്രഷ്, പിന്നെ നമുക്ക് ലാസ്റ്റ് ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്യാൻ വേണ്ടി ചെയ്യാം. ഇത് നല്ലൊരു ഷെയ്ഡാണ്. ലിപ്സ്റ്റിക് ആയിട്ട് ഇടാനും നല്ല ഷെയ്ഡാണ്. ബ്രാൻഡി ഹാരിങ്ടൺ എന്ന് പറഞ്ഞിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ കുറച്ചായി ഇപ്പം എന്തെങ്കിലും. ഞാൻ ആദ്യം ഒക്കെ ലിപ്സ്റ്റിക് കളറായി. ആദ്യമൊക്കെ ലിപ്സ്റ്റിക് ആയിട്ട് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ എന്തല്ലോ ചെയ്യുന്നുണ്ട്. ഇപ്പോന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പിന്നെ ബ്ലഷായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ബ്ലഷായിട്ട് ഇതൊരു ബ്ലഷായിട്ട് വാങ്ങിയിട്ടില്ല കേട്ടോ. ലിപ്സ്റ്റിക് ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അല്ല, ബ്ലഷ് ഇതുവരെ ബ്ലഷായിട്ട് നമ്മൾ ബ്ലഷ് ലിപ്സ്റ്റിക് ആണ് എപ്പോഴും ബ്ലഷായിട്ട് യൂസ് ചെയ്യാന്ന് പറയാം. ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അമ്മ പറയുന്നത്. നമുക്ക് നോക്കാം. ആ ബ്രഷ് ഇതൊന്ന് സെയിം കാണും. ബ്ലഷ് ഒക്കെ അല്ലമ്മ? ഇത് കുറച്ചുകൂടി ഇടണോ? മതിയോ? മതിയെന്ന് ഉമ്മ പറഞ്ഞോണ്ട് നമുക്ക് മതി. ഇനി നമുക്കൊന്ന് സെറ്റിംഗ് സ്പ്രേ അടിക്കാം. ഇതുപോലെ നല്ല സെറ്റിംഗ് സ്പ്രേ കേട്ടോ. നമുക്കൊന്ന് ഉണക്കാം. ഞാൻ ആദ്യമൊക്കെ ഫൗണ്ടേഷൻ ഇടും, സെറ്റിംഗ് സ്പ്രേ അടിക്കും, പിന്നെ കൺസീലർ ഇടും, സെറ്റിംഗ് സ്പ്രേ അടിക്കും, പിന്നെ ഇതിടും.
അങ്ങനെ ചെയ്തോട്ടത്. ഇപ്പം പിന്നെ ജസ്റ്റ് നമുക്ക് ഇത്ര മതിയെന്ന് തോന്നുന്നു. അത്ര മതി. നല്ല ഗ്ലോയി ആയിട്ട് നമുക്ക് ഈ മേക്കപ്പ് കിട്ടും കേട്ടോ. ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത് കഴിഞ്ഞ് നമുക്ക് ഐ ഷാഡോ ഇടാം. ഐ ഷാഡോ പാലറ്റ് അതെ, ഈ ഐ ഷാഡോ പാലറ്റ് ആ ബ്രഷ് 3 ബ്രഷും വേണം നമുക്ക്. അമ്മൂടെ അടുത്തുണ്ട്. അമ്മു എൻ്റെ ക്യാമറമാൻ എനിക്ക് എടുത്ത് തന്നതാണ്. ഇത് ഒന്നും മതി, ഒരു ബ്രഷ് ഇപ്പോൾ യൂസ് ചെയ്താൽ മതി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ആദ്യം ഒന്ന് ലൈറ്റ് ഷെയ്ഡിലേ ജസ്റ്റ് ബേസ് ഇട്ട് കൊടുക്കാം. ഇത് കുറേ ആയിട്ടൊന്ന് തട്ടി കൊടുക്കാം. നമ്മൾ സിറ്റ് ഔട്ട് ഒന്നാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. വേറെ അവിടെ നമ്മൾ ലൈറ്റ് നോക്കിയിട്ട് കണ്ടില്ല. നമുക്കൊന്ന് ബേസായിട്ട് വെറുതെ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് നമ്മൾ പൗഡർ ഒന്നും ഇട്ടില്ലല്ലോ, അതുകൊണ്ട് സെറ്റായി നിന്നോട്ടെ വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് വെറുതെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുക. അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല പൊട്ടിക്കുക. ഓക്കെ, ഇപ്പം ഏകദേശം പൗഡർ ഇട്ട പോലെയല്ലോ. ഇനി നമുക്ക് ഇതിലുള്ളത് അത് ഈ പറഞ്ഞില്ലേ സ്വിസ് ബ്യൂട്ടിയുടെ പാലറ്റ് കേട്ടോ. സ്വിസ് ബ്യൂട്ടിയുടെ ഈ പാലറ്റ്. ഇനി നമുക്ക് കുറച്ച് ലൈറ്റ് ബ്രൗൺ എടുക്കാം. കൊടുക്കൂ. അമ്മ നോക്കൂ. ഓക്കെ അല്ലേ? ഓക്കെ ആവുന്നുണ്ടോ? എൻ്റെ കഴിഞ്ഞിട്ടാണ് അമ്മ റെഡിയാവാൻ. അമ്മ എൻ്റെ ക്യാമറമാനായി സത്യം പറഞ്ഞു. അപ്പോൾ ലൈറ്റായിട്ട് നമ്മൾ ഇപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഏറ്റവും ഡാർക്ക് ഒരു ബ്രൗൺ കൂടി ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് കുറച്ചുകൂടെ ഡാർക്ക് കിട്ടാൻ. കുറച്ച് ഡാർക്കായില്ലേ? കുറച്ച് ഓവറാക്കണ്ടേ അമ്മ നമ്മൾ. ഇനി നമുക്കിത് ഒരു മറ്റേ ബ്രഷ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യിപ്പിക്കാം. ഈ ആദ്യം എനിക്ക് ബ്രഷ് ഒന്നുമില്ലേ? അതല്ല മറ്റേത്. അത് എന്നാ മറക്കുന്നു. ബ്രഷെല്ലാം കൂടെ ഒന്ന് വേണം കഴുകണം. ഓക്കെ, ഇനി നമുക്ക് കൺസീലർ വെച്ച് ഇവിടെ ഒന്ന് ഷാർപ്പാക്കി കൊടുക്കാം. ഓക്കെ, കൺസീലർ ഒന്ന് ഷാർപ്പാക്കി കൊടുക്കാം. കുറച്ച് കയ്യിലെടുത്തിട്ട് അമ്മ മറ്റേ നേരത്തെ എടുത്ത ബ്രഷ് ഒന്ന് എടുക്കുമോ? അതല്ല അതല്ല മറ്റേത് എടുത്തു. ഇത് ഈ ഒരു ബ്രഷ് വെച്ച് നമുക്ക് ഇവിടെ ഒന്ന് ശരിയാക്കാം. ഏതാ? ഐ ഷാഡോ അത് മതി. നമുക്കത് അടിയിലൊന്നും അറിയില്ല. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോ ഉണ്ടോ? ഇതാക്കില്ലമ്മോ? കുറച്ച് നോക്കി കൊടുത്തേക്കാം. ഓക്കെ ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഇനി നമുക്ക് കുഴപ്പമില്ലല്ലോ. ഓക്കെ ഓക്കെ,
നമുക്ക് ഐലൈനർ ജസ്റ്റ് ഒന്ന് വാലിക്കണം. അമ്മ എനിക്ക് ഐലൈനറൊക്കെ പറഞ്ഞു തന്നുണ്ട്. നമ്മൾ ഇതാട്ടോ ഈ മേബിലിൻ്റെ ടാറ്റ് ലൈനർ അടിയിൽ പിടിക്കും. അമ്മ എനിക്ക് ഇവിടെ പിടിച്ചു തരാട്ടോ. ജസ്റ്റ് നമുക്കൊന്ന് വാലിട്ടാൽ ജസ്റ്റ് തന്നെ ഉണ്ടാവും. കുറേ ആയിട്ടിപ്പോൾ ഞാൻ എഴുതാത്തുണ്ട്, തെറ്റോ അറിയില്ല, ശരിയാവും അറിയില്ല. എന്തമ്മോ ഓക്കെ ഉണ്ടോ? എന്നെ കിട്ടുന്നുണ്ടോ? ഇതുവരെയൊക്കെ ചെയ്യണ്ട്, കിട്ടുമ്പോ നോക്കില്ല. ഓക്കെ ഇതൊക്കെ അല്ലേ? കണ്ണട ജസ്റ്റ് ഒന്നും കൂടി എടുത്തിട്ട് ലെഫ്റ്റ് സൈഡ് കുറേ ആയിട്ട് എഴുതാത്തുണ്ട്, കൈ വരയ്ക്കുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് നോക്കുന്നത് അമ്മുനെയാട്ടോ നോക്കുന്നത്. ഇവിടെ അമ്മ പൊട്ടനെ എവിടെയുണ്ട്? അമ്മു പറഞ്ഞ് അമ്മുനെ കാണാൻ ഒരു ക്യൂരിയോസിറ്റി ആയി. ശരി രീതിയിലൊക്കെ കിട്ടുന്നുണ്ട്. സത്യം പറഞ്ഞ അവിടെ കുറച്ചായതുകൊണ്ട് ഇവിടെയും കുറച്ച് തേച്ച് കൊടുത്തോട്ടെ. ഓക്കെ അല്ലേ? രണ്ടും ഓക്കെ നമ്മോ ഒന്ന് നോക്ക്. ഓക്കെ അല്ലേ? അല്ലേ? കണ്ണ് എഴുതി. ഇനി നമുക്ക് മസ്കാര ഇടാം. മസ്കാര വന്നെടുക്കട്ടെ. മസ്കാര ഇതും മേബിലിൻ്റെ. ഫുൾ ഞാൻ കാണിച്ചു, ഫുൾ മേബിലിൻ്റെ മസ്കാര എടുക്കാം. ഇത് കഴിയാറായോ ഉണ്ട്, അതിനുണ്ട്. മസ്കാര ഇടാം. എൻ്റെ ഒരു ഐലാഷ് കളറൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതുപോലെ മസ്കാര ഇടുന്നു. ഓക്കെ, നമ്മൾ ഓരോ സാധനം യൂസ് ചെയ്യുമ്പോഴാണ് അപ്പോൾ ഓക്കെ ഇത് ഇത്രയും ഡിഫറൻസ് വരത്തില്ലേ എന്നുള്ളത് മനസ്സിലാവുക. കാരണം വെച്ചാൽ ആദ്യം ഞാൻ മസ്കാരയ്ക്ക് ആദ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ലുമി ക്രീം ഒന്നും ഞാൻ ആദ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലുമി ക്രീം യൂസ് ചെയ്തപ്പോഴാണ് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായത് കേട്ടോ. അതുപോലെ ഈ സെറ്റിംഗ് സ്പ്രേ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്തപ്പോൾ ഓക്കെ ഇത് ഇത്രയും അപ്പോൾ ഏതൊരു കാര്യം നമ്മൾ അത് ട്രൈ ചെയ്ത് നോക്കുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാവുക. അത് മേക്കപ്പിൻ്റെ കാര്യം എന്നല്ല, ഏതൊരു കാര്യമായാലും ഓക്കെ. പ്രൊഫഷണലി ഞാൻ സത്യം പറഞ്ഞ ഒരു യോഗ ഇൻസ്ട്രക്ടറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രൈ ചെയ്യുമല്ലോ കാര്യങ്ങൾ, യോഗ പോസ്റ്റേഴ്സ് ആയാലും ഒക്കെ. ഇത് ശരിക്കും അവിടെയൊക്കെ ആവുന്നുണ്ട്. നമുക്ക് നോക്കിച്ചോളാം. അമ്മോ എൻ്റെ കേട് വന്നു അല്ലേ? മുള്ളൊക്കെ ആയില്ലേ? ടിഷ്യൂ ഒരു കോട്ട് ഇട്ടാൽ മതിയോ? ഒന്നുകൂടി ഇടണോ? ഒന്നിട്ടാ മതിയോ? ഇത് പോയിട്ടും കാണാൻ പോകുന്നു ഇപ്പോൾ. കുറച്ചൊക്കെ കുഴപ്പമില്ലല്ലോ. ഒന്നുകൂടെ നോക്കാം. ഓക്കെ ഓക്കല്ലേ? പോരെ? ഇത് പോരെ? ഒന്ന് നോക്ക്, ക്യാമറ നോക്ക്.
ഓക്കെ. പുരികം. ആ ഒരു ടിഷ്യൂ തരുമ്പോൾ എൻ്റെ ഇതൊക്കെ പുരികത്തിലുണ്ടാവും. നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഐബ്രോ പെൻസിൽ ഞാൻ മിസ്ക്ലെന്ത് കഴിഞ്ഞു കേട്ടോ. ഞാൻ എപ്പോഴും എപ്പോൾ പുറത്ത് പോകുമ്പോൾ ഞാൻ ഐബ്രോ ഫില്ല് ചെയ്യും. ഷാർപ്പ്നർ എടുക്കാം. ഐബ്രോ ഞാൻ ഫില്ല് ചെയ്യാറുണ്ട് എപ്പോൾ പുറത്ത് പോകുമ്പോഴും. അതുകൊണ്ടാണ് ഐബ്രോ പറ്റുന്നത്. ബാക്കി നമ്മൾ എന്നും മേക്കപ്പ് ചെയ്തിട്ടൊന്നും പുറത്ത് പോയില്ലല്ലോ, അതിന് കാര്യമില്ലല്ലോ. അപ്പം ഇതിൽ എനിക്കെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന അമ്മയാണ് കേട്ടോ. അമ്മ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്താണല്ലോ അമ്മ. ഞാൻ ഐബ്രോസ് ഇങ്ങോട്ട് ഫില്ല് ചെയ്യാം. ഞാനങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഐബ്രോ ഒന്നും ഫില്ല് ചെയ്യില്ല. വെറുതെ ഒന്ന് എടുത്ത് നിൽക്കാൻ വേണ്ടി മാത്രം. അത്ര ഡാർക്കായിട്ട് ചെയ്യുന്നില്ല ഞാൻ. ആദ്യം ഞാൻ ഡാർക്കായിട്ട് ചെയ്തു. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു ലൈറ്റായി ചെയ്താലും മതി എന്നുള്ളത്. അതൊക്കെ ഞാനിപ്പം കുറച്ച് അത്യാവശ്യം ഡാർക്കായിട്ട് ചെയ്യാം. ബ്രൗൺ ആണ് എന്നാലും. ഓക്കെ ഓക്കെ. ലൈറ്റ് പോയി തുടങ്ങുമ്പോൾ ലൈറ്റ് പോകുന്നതിന് നമുക്ക് വേഗം റെഡി കഴിയണം. എൻ്റെ ഈ ഐബ്രോ ഓക്കെ അല്ല അല്ലേ? ഓക്കെ. ലെഫ്റ്റ് സൈഡും കൂടി ഒന്ന് ഫില്ല് ചെയ്യാം. ഒന്നാമത് നേരം വൈകി. ഞാൻ എൻ്റെ കുറച്ച് സാധനങ്ങൾ ആക്ച്വലി ഞാനിപ്പോൾ എൻ്റെ എന്താ പറയുന്നില്ല ഞാൻ. എൻ്റെ ഐബ്രോയും അമ്മൻ്റെ 2 ഐബ്രോയും ഓക്കെ അല്ലേ നമുക്ക്? ഓക്കെയാണോ? ഒന്ന് ഡാർക്ക് ഒന്ന് ലൈറ്റ് അങ്ങനെയൊന്നുമല്ലല്ലോ. ഓക്കെ അല്ലേ? അമ്മൂൻ്റെ വിശ്വാസത്തിൽ നമ്മൾ ഐബ്രോ ഫിൽ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ അല്ലേ അമ്മ? നോക്ക്. ഓക്കെ. ഐബ്രോ പരിപാടി നമ്മുടെ കഴിഞ്ഞു. ഓക്കെ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റർ ഒന്ന് എടുത്തരുമോ? ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നോക്കാം. എൻ്റെ ഹൈലൈറ്ററൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു. ബ്രഷ് വേണ്ട. നമുക്ക് ജസ്റ്റ് ഈ ഒരു ഷെയ്ഡ് എടുക്കാം. ഇതാണ് കൈ പിടിച്ചു. നമുക്ക് എടുക്കാം. ഹൈലൈറ്റർ ഞാൻ കുറേ ആയിട്ട് ഇടാറുണ്ടായിരുന്നില്ല കേട്ടോ. ഒന്ന് വെറുതെ ഒന്ന് ഇട്ടേക്കാം എന്നൊരു തോന്നൽ. ഹൈലൈറ്റർ ഓക്കെ അല്ല അമ്മ? ഒന്ന് നോക്ക്. അമ്മ ഓരോന്ന് ട്രൈ ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കുക. നോക്കമ്മ. ഡാൻസ് ക്ലാസ്സിൽ മേക്കപ്പ് ചെയ്യണ കാര്യമൊക്കെ അമ്മ പറയുന്നുണ്ട്. അമ്മ നോക്ക്. ഓക്കെ അല്ലേ? കൊടുത്തേക്കല്ലേ? കഴിഞ്ഞു. ഒന്നുകൂടി നോക്കട്ടെ. ക്യൂപ്പിഡ്സ് ബോളൊന്നും ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ച് നെറ്റിലൊക്കെ കൊടുക്കാം. അല്ല, ക്യൂപ്പിഡ്സ് ബോൾ ഉണ്ടല്ലോ നമ്മുടെ അപ്പർ ലിപ്പിൻ്റെ ആ ഒരു ഇത്, അവിടെയൊന്നും ചെയ്യുന്നില്ല. പറയാം ജസ്റ്റ് നമുക്കിപ്പോൾ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ബ്രഷ് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഒരു ഇതിന് വേണ്ടി ഇരിക്കട്ടെ. എല്ലാം അങ്ങോട്ട് ഒരേപോലെ ബ്ലെൻഡ് ആവട്ടെ അല്ലേ? ഓക്കെ അല്ലേ അമ്മ? ഹൈലൈറ്റർ ഇട്ടു. ഏകദേശം കഴിഞ്ഞു നമ്മുടെ അല്ലേ?
ലിപ്സ്റ്റിക്കും കൂടെ ഉണ്ട്. ആദ്യം നമുക്ക് ലിപ് ബാം ഒന്ന് എടുത്ത് കളയാം. വൺ ടിഷ്യൂ പ്ലീസ്. ഓക്കെ ടിഷ്യൂ. ഇതൊക്കെ എന്തൊക്കെ ഒരു ടിഷ്യൂ ആ. നമുക്കൊന്ന് ലിപ്പ് ലൈൻ ചെയ്യാം. ഓക്കെ അല്ലേ മോൻ? ഓക്കെ അല്ലേ? ഒന്ന് നോക്കൂ. ഒന്ന് നോക്കൂ. ഓക്കെ അല്ലേ? ലിപ്പ് ലൈനർ. യെസ്, ലിപ്പ് ലൈനർ എടുക്കാം. സ്വസ് ബ്യൂട്ടിയുടെ ലിപ്പ് ലൈനർ കേട്ടോ. അതെ, ഷാർപ്പ് ചെയ്യണമല്ലേ അമ്മ? ഷാർപ്പിനെ കൊണ്ട് എടുത്തത് ഷാർപ്പ് ചെയ്യാം. നമുക്ക് ലിപ്പ് ലൈൻ ചെയ്യാം. ഞാനിങ്ങനെ കേട്ടോ ലിപ്പ് ലൈൻ ചെയ്യാറ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അങ്ങനെ ആക്കി കൊടുക്കും. ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നു. ലൈറ്റ് കുറവാണോ നോക്കൂ. ഇല്ല. ഓക്കെ, വേണോ? ഞാൻ ഫുള്ളായിട്ട് ലിപ്പിൽ ഉള്ളിലും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു ബേസ് കിട്ടിയ പോലെ ഞാനിവിടെ ജസ്റ്റ് വിരൽ കൊണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ടിഷ്യൂല്ലാം ബ്രഷ് വെച്ചിരിക്കാം. ഒന്നുകൂടെ നമുക്ക് ലാസ്റ്റ് ഉണ്ടാക്കാം. സന്ധ്യ സമയം ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് കാക്കയുടെ സൗണ്ട് ഉണ്ട് കേട്ടോ. ഓക്കെ, ലിപ്പ് ലൈൻ ഇത്. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. ലിപ്സ്റ്റിക്ക് അവിടെയാണ്. ഇതാണ് ഞാൻ ഇടുന്നത് കേട്ടോ. റിമ്മലുണ്ട്. അത് വേണ്ട വിചാരിക്കും. അത് വേണ്ട, കുറച്ച് ലൈറ്റായിട്ട് പോവാം വിചാരിക്കും. എങ്ങനെ ഓക്കെ, നമുക്കിനി ലിപ്സ്റ്റിക്ക് ഇങ്ങനെ ഇടാം. ഇത് റിമ്മലുണ്ടെൻ്റെ ലിപ്സ്റ്റിക് കേട്ടോ. ഇത് മാത്രമായിട്ട് ഇടാൻ നല്ല ഷെയ്ഡാ. ലവ് ബൈറ്റ് എന്നുള്ള ഷെയ്ഡ്. ഇത് മാത്രമായിട്ട് ഇടാൻ എനിക്ക് കറക്റ്റ് ന്യൂഡ് കളറാണ്. ഫെയർ ആയിട്ടുള്ളവർക്ക് ഇത് ഒരു ബ്രൗൺ ഷെയ്ഡായിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാറ്. പാർട്ടി എൻ്റെ നീസിൻ്റെ പാർട്ടിയെല്ലാം പോകും. അവളുടെ സെക്കൻഡ് ബർത്ത്ഡേ ആ. പക്ഷെ നമ്മൾ ഫസ്റ്റ് ബർത്ത്ഡേ ആഘോഷമില്ല. അവള് ഖത്തറിലായിരുന്നു. ഓക്കെ ഇന്റർനാഷണൽ. ഓക്കെ അല്ലേ? ലിപ്സ്റ്റിക്ക് നന്നായിട്ടുണ്ടല്ലേ ഷെയ്ഡ്? ഓക്കെ അല്ലേ? നോക്കൂ. ഓക്കെ അല്ലേ? ലിപ്സ്റ്റിക്ക് ഓക്കെ അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. മുഖത്ത് കഴിഞ്ഞു. ഇനി അത് ആ ടിഷ്യൂ ഒന്ന് എടുത്തോ പ്ലീസ്. നമ്മൾ സൂപ്പർ കയ്യിലൊക്കെ ഉള്ളതൊക്കെ നമുക്ക് കളയാം. ഓക്കെ, ഇനി എന്താ? ഇനി ഓർണമെന്റ്സ് ഇടാം അല്ലേ? ഞാൻ ഇത് ഇടണോ? ഞാൻ ലിപ് ഗ്ലോസ് ഇടണം. അമ്മൂമ്മൻ്റെ അഭിപ്രായം വേണ്ട, മതി. നമ്മൾ ഗ്ലോസ് ഇടുന്നില്ല. നമ്മളെല്ലാം അമ്മൂനോട് എന്താ അഭിപ്രായം? നമുക്ക് ഓർണമെന്റ്സ് ഇടാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് വള ഇടാം.
അമ്മൂനോട് തന്നെ അഭിപ്രായം ചോദിക്കാൻ പറ്റും. അമ്മ ഒന്ന് പിടിക്കുമോ പ്ലീസ്? ആ എടുക്കാം. ഇതാട്ടോ 2 കഫ് ബാംഗിൾസ് ഉണ്ട്. ഇതിൽ ഏതാറുണ്ട്? ഇതാ. ഓക്കെ, ഇതിടാന്നാണ് അമ്മ പറഞ്ഞത്. അപ്പൊ ഇത് നമുക്ക് മാച്ച് ആവില്ല എന്നാണ് അമ്മ പറഞ്ഞത്. ഇതിടാം. ലുക്ക്, ഇത് മാച്ച് ഉണ്ട്, നമുക്ക് ഇതിടാം. അമ്മയുടെ അഭിപ്രായം ചോദിക്കുന്നുണ്ട്, ഞാൻ തന്നെ. ഓക്കെ, അപ്പൊ ഇത് ലെഫ്റ്റിലാട്ടേ. പിന്നെ അമ്മുവിന്റെ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാവും. ഒരു ബ്രേസ്ലെറ്റ് ഇതല്ല. ഓക്കെ, ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട് കേട്ടോ. ഇതിടാം. ഇതൊക്കെ ഒരു സെറ്റാണ് കേട്ടോ. ഇതൊരു 2 ബ്രേസ്ലെറ്റ്, ഇതുപോലെ 2 കഫ് ബാംഗിൾസ് ഉള്ളത്. അമ്മിട്ട് തരും. ഒരു ഏകദേശം ഇവിടെ കുറച്ച് ടൈറ്റ് ആയിക്കോട്ടെ, കുറച്ച് ലൂസും ആയിക്കോട്ടെ, ആ രീതിയിലേക്ക് നമുക്ക് ബ്രേസ്ലെറ്റ് ഇട്ട് തരാണ്. എല്ലാം നമുക്ക്. ഓക്കെ, നമ്മൾ ബ്രേസ്ലെറ്റ് ഇട്ടു. ഇത് കുറച്ച് വാലുണ്ട്, പക്ഷെ കുഴപ്പമില്ല. അപ്പം ഇതിട്ടു. ഇനി നമുക്ക് മാല. അമ്മ മാല എടുക്കും. ഇത് ഫുള്ള് നമ്മൾ കൊറിയൻ ഓർണമെന്റ്സ് ആണ് കേട്ടോ. അമ്മ വലിയ ബ്യൂട്ടീസ് ആയിരുന്നു, അതുകൊണ്ട് അമ്മന് ഭയങ്കര ഇഷ്ടമാണ്. ഇതിടാം. അമ്മ ഒന്ന് ഇങ്ങോട്ട് വന്നിട്ട് തരുമോ? അമ്മ ഇപ്പം മുഖം കാണിക്കില്ല പറഞ്ഞു. നമുക്ക് ഈ ബ്ലാക്ക് ആയിട്ട് കൊടുക്കാം അല്ലെ? വൈറ്റ് കൊടുക്കണോ? ഈ വൈറ്റ് കൊടുക്കണോ, ബ്ലാക്ക് കൊടുക്കണോ? ബ്ലാക്ക് കൊടുക്കാം. അമ്മ നിങ്ങട്ട് ഒന്ന് എനിക്ക് ഇട്ടു പ്ലീസ്. അത് റെഡി ആവുന്നില്ല ഓക്കെ. അത് പോയി, ഇത് സ്റ്റക്കായി പോയി. കിട്ടി. മാല ഇടാനാ. ഓക്കെ, അപ്പൊ മാല ഇട്ടു. കമ്മൽ ഇതാണ് നമ്മൾ. ഇതിലേതാറുണ്ടമ്മോ? ഓക്കെ, അമ്മൂനെ കൺഫ്യൂഷൻ. അപ്പൊ നമുക്കൊരു കാര്യം, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് വിളിച്ചു ചോദിക്കാം. അവളെടുത്താൽ ഞാൻ എപ്പോഴും ചോദിക്കാം കേട്ടോ. അമ്മ എപ്പോഴും എൻ്റെ അടുത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് വേണോ അത് വേണം ചോദിക്കുമ്പോൾ അവൾക്ക് എന്നെക്കാൾ നന്നായിട്ട് എന്നെ അവളേക്കാൾ സത്യം പറഞ്ഞാൽ അറിയുന്നു. അപ്പൊ നമുക്ക് അവളോട് വിളിച്ചു ചോദിക്കാം ഇതിൽ ഏത് ഇടണമെന്നുള്ളത്. അമ്മ ഫോൺ എടുത്ത് നമുക്ക് വീഡിയോ കോൾ ചെയ്യാം. അവൾ കാണണ്ടേ? ഓക്കെ, അവളുടെ പേര് പ്രഭിത എന്നാട്ടോ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര്. നമുക്ക് അവളോട് ചോദിക്കാം. കോൾ അറ്റൻഡ് ചെയ്യാന്നറിയില്ല, അത് നമുക്കൊന്ന് ട്രൈ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ. കോൾ എടുക്കുന്നതേ ഇല്ല. കോളെടുത്തു. അവള് കോളെടുത്തു. ഹായ് പറ കേട്ടോ, ഒരു മിനിറ്റ്. ഹായ് പറഞ്ഞ, ക്യാമറ നോക്കി ഹായ് പറ. ഒന്നോട് പറ. ഓക്കെ, പറഞ്ഞ അവള് പറഞ്ഞമ്മു ഹായ് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ വിളിച്ചെന്താ അറിയോ, ഞാന് ഒരു കമ്മലിടാൻ വേണ്ടിയിട്ട്, അതായത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മൂനോട് ചോദിച്ചപ്പോൾ ഓക്ക് കൺഫ്യൂഷൻ. അപ്പൊ ഞാൻ കാണിച്ചുതരാം. ഇതാണ് കമ്മൽ സെറ്റ്. ഇതിൽ ഏത് കമ്മലിടണ്ടേ? റിങ്ങ ഇതോ? ഈ വലിയ റിങ്ങ? ഓക്കെ, വലിയ റിങ് ഇടാനാണ് അവള് പറഞ്ഞത്. നമുക്ക് അതിലേക്ക് തന്നെ പോവാം. അതൊന്നൂര് മാലയ്ക്ക് മാച്ചിങ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്നാല് ഞാൻ വീഡിയോ എടുക്കുക. ഇതാ നോക്കുക വീഡിയോ. അമ്മുവാണ് എന്റെ ക്യാമറ വുമൺ, കണ്ടില്ലേ? അമ്മു എന്റെ ക്യാമറ വുമൺ കം അസിസ്റ്റന്റ്. എല്ലാ കാര്യങ്ങളും എനിക്ക് എടുത്തു തരുന്ന അമ്മുവാ. കമ്മലിടാം. റെഡി ആവുമ്പോ വിളിക്കരുത്. ഓക്കെ, ഒന്നും ആയില്ല, ഇപ്പൊ വീഡിയോ എടുക്കണു. ഇനിയിപ്പോ കമ്മലിടട്ടെ, ഞാൻ വിളിക്കാം. എന്നിട്ട് ഇനി എന്തെങ്കിലും വേണിച്ചാ വിളിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്ത് എങ്ങനെയുണ്ട്? അപ്രൂവ്ഡ്. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് 2 പേര് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി കമ്മലിടാം. ഓക്കെ, സമയമില്ല, വിളിക്കണ്ട. ശരി, ടാറ്റാ, ബൈ, സീ യു.
പാവം വിചാരിച്ചില്ല. ഇനി നമുക്ക് കമ്മലിടാം. നേരിട് കൊള്ളാവോ? കൊള്ളില്ലേ? കുഴപ്പമില്ലാന്ന് അമ്മ പറയുന്നത്. ഓക്കെ നമ്മളെ കമ്മലിട്ടു. നമുക്ക് മോതിരം നോക്കാം. ഒരെണ്ണം തണുത്തുണ്ട്, അത് പിന്നിടാം. മോതിരം നമുക്ക് ഏതാടുണ്ട്? ഇതിടാം അല്ലേ? ഇതിലിടണോ ഇതിലിടണോ? ഇതിടാം. ഓക്കെ. കണ്ടോ, എനിക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടാവും പിന്നെ ഇങ്ങനെ നഖം ഉണ്ടാവില്ല കേട്ടോ. നല്ല രീതിക്ക് നഖം വളർന്നതായിരുന്നു. പിന്നെ പരിപാടിക്ക് എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ നഖം ഉണ്ടാവില്ല, മുഖത്ത് കുരു വരും. ഇതൊക്കെ സർവ്വസാധാരണമാണ്. ഇതിടാം, ഇത് ഇതിലിടാം. ഇതിലോ ഇത് കുറച്ച് ഓവറാവും. ഇതിട്ടിട്ട് ഇതിലിടാം. 2 മോതിരം മതിയോ? സിമ്പിളാ? സിമ്പിളാണ് പറഞ്ഞത്. ഇതും കൊറിയൻ മോതിരമാണ് കേട്ടോ. അത് കൊള്ളൂല, അത് വലുതാ. ഞാൻ വെക്കുന്നു. ഇത് വേണം, മറ്റേത് മതി അല്ലേ? ഇതല്ല വേണ്ടാവുക. 2 മോതിരം. ഒരു മോതിരം താഴെ ഉണ്ട്, അതെടുക്കാം. കാലെടുക്കാം. ഈ മോതിരം ഇടണോ? ആ ഇതിടണോ? സെന്ററിലോ? സെന്ററിലിടണം. അപ്പൊ നമുക്ക് കുറച്ച് ഭംഗിയില്ല അല്ലേ? സെന്ററിൽ ഇട്ടിട്ട് എനിക്ക് ഇഷ്ടമായില്ലല്ലോ. ഇതിലിടാം. ഇത് നമ്മുടെ അമ്മന്റെ അഭിപ്രായം കേട്ടില്ല കേട്ടോ. കണ്ടോ, ഇതെങ്ങനെയാണ് സംഭവം. എപ്പോഴും എനിക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടാവുമ്പോ ഇത് വേണോ? ഇത്ര മതി തൽക്കാലം. അപ്പൊ നീ മുടി കെട്ടണം അല്ലേ? മുടി കെട്ടിയിട്ട് വരാം. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തു. ഇതാണ് എന്റെ ഹെയർ സ്റ്റൈൽ. ബാക്കിൽ നമ്മളിങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഓപ്പൺ ഹെയർ മതിയോ? കെട്ടണോ? അതെ, കെട്ടണ്ട. നമ്മൾ 3-4 പേരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇത്. ഇനി അമ്മുനെ കാണിച്ചാൽ അമ്മുനെ കാണിച്ചാലോ. ഇതാണ് അമ്മു. നമ്മൾ ഇത്ര നേരം പറഞ്ഞ അമ്മു. ഇതാണ് അമ്മു. ഓക്കെ, ചുണ്ടു നോക്ക്. ഓക്കെ അല്ലേന്ന് കാണണ്ടോ? ഓക്കെ, ഇനി അമ്മു പോയിക്കോ. ഇനി ചുണ്ടനെ കാണിച്ചാലോ. ചുണ്ടു ഇതാണ് ചുണ്ടു കേട്ടോ. ഇതാണ് നമ്മുടെ അങ്ങോട്ട് വാ. കാണുന്നുണ്ടാവില്ല. അമ്മു നോക്ക്, കാണുന്നുണ്ടോ ചുണ്ടുനെ? അപ്പൊ ഇതാണ് നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ. ഇത്രയും വലിയ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഇത് കേട്ടോ. പിന്നെ ഫുൾ ഔട്ട്ഫിറ്റ് ഇനി നമുക്ക് കാണാം.